ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവനോട് ബാലേന്ദ്രൻ പറയാണ്, വേറൊരു സ്ത്രീയിൽ ബാലേന്ദ്രൻ ഉണ്ടായ ഒരു കൊച്ചാണ് അലീന. ആ കൊച്ചിനെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ച് ബ്രിജിത്താമ്മ മരിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു പ്ലാൻ വഴിയാണ് അതായത് വൈജയന്തിയുടെ അച്ഛനെ വെച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ വഴിയാണ് വീട്ടിലെത്തിയെന്ന് പറയുമ്പോൾ ശിവൻ പൊട്ടിത്തെറിക്കാണ് കേട്ടോ. തനിക്ക് നാണില്ലടോ, തൻ്റെ വ്യഭിചാര കഥയൊക്കെ ഇവിടെ വിളമ്പാനായിട്ട് തനിക്ക് നാണില്ലേ ഇങ്ങനെയൊക്കെ പറയാനൊക്കെ പറയുകയാണേ. ഏതോ ഒരു എൻ്റെ തെറിയൊക്കെ പറയുന്നുണ്ട്. ഏതോ ഒരുത്തിക്ക് അങ്ങനെ ഉണ്ടായ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എനിക്കിപ്പോൾ സംഭവിച്ചത് നിങ്ങളുടെ പെങ്ങള് വൈജയ്ക്കാണ് സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവനൊന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ പെങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ച് തരുമ്പോൾ നിങ്ങളുടെ പെങ്ങൾ കന്യകയായിരുന്നു എന്ന് ചോദിക്കുകയാണേ. അപ്പം പെട്ടെന്ന് ഇട്ടു താൻ എന്ന് പറഞ്ഞിട്ട് ശിവ കൈ ചൂണ്ടാണ്. എന്തിനങ്ങനെ ശിവേട്ടൻ ചൂടാവുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശിവേട്ടൻ പറയേണ്ട മറുപടി ഇങ്ങനെയല്ല. നിങ്ങളുടെ പെങ്ങൾ കന്യകയായിരുന്നു എന്ന് ധൈര്യത്തോടു കൂടി പറയണം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ശിവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ എൻ്റെ എന്നെ കൊന്നിട്ടല്ലാതെ അലീനെ അവിടെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ തിരിച്ചിറങ്ങി വരികയാണ്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമ്മൾ അലീനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പോൾ നീ എൻ്റെ ദത്തുപുത്രിയല്ല, സ്വന്തം പുത്രിയാണ്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് വേറൊരു സ്ത്രീയിൽ എനിക്കുണ്ടായ കൊച്ചാണ് നീ എന്ന് ഞാനവിടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതൊക്കെ അവർ വിശ്വസിച്ചോ എന്ന് ചോദിക്കുകയാണ്. വിശ്വസിക്കാതെ വേറെ നിവർത്തിയില്ല. അപ്പോഴും വഴക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, വഴക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അവരെ അടുത്ത നീക്കം എന്താണെന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റുള്ളൂ എന്ന് അലീനോട് പറയുകയാണ്. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. നീ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട, നീ ഇപ്പോൾ ദത്തുപുത്രിയല്ലല്ലോ, എൻ്റെ സ്വന്തം മകളല്ലേ എന്ന് ചോദിച്ചിട്ട് അലീന ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം ശിവനൊക്കെ വീട്ടിൽ ചെന്നിട്ട് കമലിനോട് നടന്ന സംഭവങ്ങൾ പറയുകയാണ്. ഗൾഫിൽ അയാൾ ജോലി ചെയ്തിരുന്ന സമയത്ത് വേറൊരു സ്ത്രീയിലുണ്ടായ ഒരു കൊച്ചാണ് അലീന. അതിനെയാണ് അവൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതൊക്കെ പറയുകയാണെ. ഇത് കേട്ട കമല ഉടനെ തന്നെ മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് മനുവിനോട് പറയുകയാണ് ബാലേന്ദ്രൻ്റെ അവിഹിത സന്തതിയാണ് അലീന എന്ന് പറയുമ്പോൾ വേഗം തന്നെ മനു ദേഷ്യത്തോട് കൂടിയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അലീനെ കാണാൻ വന്നതായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ആൻറ്റി അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ സാധാരണ അവളെ കാണാനല്ലേ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അലീനെ അടുത്ത് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ശരിക്കും അങ്ങളുടെ മകൾ തന്നെയാണോ? നിൻ്റെ അമ്മയെക്കുറിച്ച് നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് എന്നുവെച്ചാൽ മറുപടി ഇല്ല. അലീന പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയൂല, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ എന്ന് പറയുകയാണ്. അതിനുശേഷം മനു ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചൂടാവാണ്. ബാലേന്ദ്രനോട് ഇത്രയും നാളുണ്ടായിരുന്ന ബഹുമാനമൊക്കെ മാറ്റി വെച്ചിട്ട് മനു സംസാരിക്കുകയാണ്. എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വേറെ ഏതോ ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെന്ന് സ്വന്തം കുടുംബം നശിപ്പിക്കാൻ നോക്കുന്ന ആളാണോ അങ്കിൾ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ട് ബാലേന്ദ്രനോട് മനു സംസാരിക്കുകയാണ്. അങ്ങനെയാണ് ബാലേന്ദ്രൻ മനുവിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത്. ഞാനല്ല തെറ്റുകാരി, പിന്നെ വൈജയൻ്റെ സംഭവങ്ങൾ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ മനുവിനോട് തുറന്നു പറയുമ്പോഴാണ് മനു വിവരം അറിയാതെ പെട്ടെന്ന് ബാലേന്ദ്രനോട് പൊട്ടിത്തെറിക്കുകയും വഴക്കൊക്കെ പറയുകയും ചെയ്തല്ലോ. അപ്പോൾ അത് ഓർത്തിട്ട് ബാലേന്ദ്രൻ്റെ തോളിൽ വീണ് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെ ഇത്രയാണ് കേട്ടോ പ്രമോല് കാണിച്ചിട്ടുള്ളത്. എപ്പിസോഡ് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്, കാരണം എപ്പിസോഡ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.